തീറ്റ പ്രാന്തന്മാരുടെ ഇന്നത്തെ കർക്കിടക സ്പെഷ്യൽ മൈക്രോഗ്രീൻ ചെയ്തെടുത്തിട്ടുള്ള ഉലുവ ഇലയും മുതിരയും കൊണ്ടുള്ളൊരു തോരനും മുതിര രസവുമാണ്. തോരൻ വെക്കാനായിട്ട് 1/4 കപ്പ് മുതിര കഴുകി വറുത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. കറിവേപ്പില 1 തണ്ട്, മൈക്രോഗ്രീൻ ഉലുവ ഇല, തേങ്ങ ചിരകിയത് 1/4 കപ്പ്, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നുള്ളു ജീരകം ചതച്ചത്, 3 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഇതെല്ലാം അതിലേക്ക് ചേർത്തിട്ടുണ്ട്. കടുക് വറക്കാൻ ആവശ്യമായിട്ടുള്ള കടുക്, 2 ഉണക്കമുളക്, വെളിച്ചെണ്ണ, രസം വെക്കാൻ ആവശ്യമായിട്ട് മുതിര വേവിച്ച വെള്ളം എടുത്തിട്ടുണ്ട്. രസത്തിൽ ചേർക്കാനായിട്ട് 1 ഉണ്ട പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. തോരൻ വെക്കാനായിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. കടായി ചൂടായി വന്നു, അതിലേക്ക് കടുക് വറക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നു, 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നു, 2 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന മുതിരയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കാം. മുതിര വേവിച്ച സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഒരുപാട് ഉപ്പ് ചേർക്കണ്ട. അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ആവി കൊള്ളിക്കാം. ആ സമയം കൊണ്ട് അരപ്പൊന്ന് ഞെരടിയെടുക്കാം. ഒരു പാത്രത്തിലേക്ക് തേങ്ങയും മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയെല്ലാം ഇടുക. അത് നന്നായിട്ട് കൈകൊണ്ട് ഞെരടിയെടുക്കുക. അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കുക. അരപ്പിട്ട് കൊടുക്കുക. നന്നായി ഇളക്കി ഇനി ഒരു 5 മിനിറ്റ് ഇത് അടച്ചു വെക്കണം. അരപ്പിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറണം. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഉലുവ ഇല ചേർത്ത് കൊടുക്കാം. ഉലുവ ഇല ചേർത്തതിന് ശേഷം ഒരുപാട് നേരം ആവി കൊള്ളിക്കേണ്ട ആവശ്യമില്ല. ഉലുവ ഇലയുടെ ഗുണങ്ങളൊക്കെ പോകും. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക, അതിൻ്റെ ആവശ്യമുള്ളൂ. ഞാൻ ഈ ഉലുവ ഇലയുടെ വേരൊന്നും കളഞ്ഞിട്ടില്ല. ഇത് ഇവിടെ തന്നെ ചെയ്തെടുത്തതായതുകൊണ്ട് നന്നായിട്ട് കഴുകിയെടുക്കുമായിരുന്നു. ഇളക്കി കൊടുക്കാം നന്നായിട്ട്. ഒരു 2 മിനിറ്റ് അടച്ചു വെക്കാം. തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയും അതോടൊപ്പം നല്ല ഗുണമുള്ള ഒരു തോരനാണിത്. ഉലുവയിലൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്. രസം വെക്കാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക് വറക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി വന്നു, 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഉണക്കമുളക് 2 എണ്ണം, 2 ടീസ്പൂൺ കുരുമുളക് ചതച്ചതും 8 അല്ലി വെളുത്തുള്ളി ചതച്ചതും എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കുക നന്നായിട്ട്. കറിവേപ്പില. ഇനി ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പൊടികൾ ഓരോന്നായി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി. നന്നായി ഇളക്കി യോജിപ്പിക്കുക. അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മുതിര വേവിച്ച സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഒരുപാട് ഉപ്പ് ചേർക്കണ്ട. പുളിയൊന്ന് കൈകൊണ്ട് നന്നായിട്ട് ഞെരടിയെടുക്കാം. പുളിയുടെ കൊന്തൊക്കെ മാറ്റിയതിന് ശേഷം മുതിര വെള്ളത്തിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കുക. അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കുക. ഇനി രസം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. അപ്പോൾ കർക്കിടക സ്പെഷ്യൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്